മറ്റുള്ളവരൊക്കെ കൈക്കൂലി വാങ്ങുന്നവരൊക്കെ ചിലപ്പം പിടിക്കപ്പെടാതെ വലിയ കോസ്റ്റ്ലി ആയ കാറിലും വലിയ കുടുംബം വലിയ വീടുകളും ഒക്കെ വെച്ച് ജീവിക്കുന്ന കാണുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പറയും അവരൊക്കെ ജീവിക്കുന്ന കണ്ടില്ലേ, അതുപോലെ നമുക്ക് ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പ്രേരണ ചെലുത്തും, കുഴിയിൽ ചെന്ന് ചാടും. അങ്ങനെയാണ് കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കൂടുമ്പം നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന മദ്യപാനം ഉണ്ടാകാം. ചിലർക്ക് കുട്ടികളെ ആ ലളിത ജീവിതം നയിക്കാനായിട്ട് തീർച്ചയായിട്ടും പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇതുവരെ ചെയ്ത സർവീസ് എല്ലാം തീർന്നു, പെൻഷനും കിട്ടാൻ സാധ്യത കുറവ്, പിന്നെ ശിക്ഷിക്കാനും സാധ്യത കൂടുതൽ. കാരണം നല്ലൊരു ട്രാപ്പായിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത്. ഗോപകുമാറിനെ പറ്റിപ്പോയി. കൈക്കൂലി വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളെ പിടിച്ചിരുന്ന് വരില്ല റിട്ടയർ ചെയ്യുമ്പോൾ, പക്ഷേ ഇതുപോലെയുള്ള കേസിനകത്ത് പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ആര് വേണമെങ്കിലും പെട്ടുപോകും കൈക്കൂലി വാങ്ങുന്നവർ. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൃത്യമായി അവരുടെ ജോലി ചെയ്യുക, ഉള്ള ശമ്പളം, അതിലെ ഭാര്യയും മക്കളും കുട്ടികളും അതിനകത്ത് ഒതുങ്ങി ജീവിക്കുക, ആർഭാടമായ ജീവിതം ഉപേക്ഷിക്കുക, അതിൽ ഒതുങ്ങി ജീവിക്കുക. അങ്ങനെ മാത്രമേ ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പെൻഷൻ പോലും കിട്ടാതെ ഇതുപോലെയുള്ള വൈതരണി ചെന്ന് ചാടും.